Hello dear students, welcome back to EduValley 2.0 പ്ലസ് ടു കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എക്സാമിന് തൊട്ട് മുന്നായിട്ട് നിങ്ങളൊന്ന് കാണേണ്ട ഒരു വീഡിയോ ആണിത്. ഒരു റിവൈസ് സെക്ഷൻ പോലെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും 2 മാർക്കും 3 മാർക്കും എല്ലാ സ്ട്രക്ചറും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എക്സാം ഉച്ചയ്ക്ക് അതിനേക്കാൾ കുറച്ച് മുന്നേയായിട്ട് കണ്ടാലും ഇത് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. നോക്കി വെക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ആക്സസിങ് ഈച്ച് എലമെൻറ്റ് ഓഫ് എൻ അറേ അറ്റ്ലീസ്റ്റ് വൺസ് ടു പെർഫോം എനി ഓപ്പറേഷൻ ഇസ് നോൺ ആസ് അറേ ട്രാവേഴ്സൽ എന്നാണ് പറയുന്നത്. നെയിം ദ മാത്തമെറ്റിക്കൽ ഫംഗ്ഷൻസ് വിച്ച് റിട്ടേൺസ് ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് എൻ ഇൻറ്റിജർ നമ്പർ. അത് ആപ്സ് ആണ്. ഡാഷ് ഈസ് എ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ യൂസ്ഡ് ടു ഇൻക്ലൂഡ് എ ടെക്സ്റ്റ് ഇൻ ദ ബോഡി സെക്ഷൻ ഓഫ് വെബ് പേജ്. ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് വളരെയധികം ശ്രദ്ധിക്കുക, കാരണം നമുക്ക് ജാവാസ്ക്രിപ്റ്റിലേക്ക് മാറ്റി എഴുതാൻ വരുമ്പോഴും നമുക്കത് ആവശ്യമാണ്. The rules enforced on data that are entered into a column of a table are called column constraints. നമ്മൾ 5 തരം കോളം കോൺസ്റ്റൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ റൂൾസ് നമ്മൾ ടേബിളിൻ്റെ കോളത്തിന് കൊടുക്കുന്ന എൻഫോഴ്സ് ചെയ്യുന്ന കുറച്ച് റൂളുകളാണ്. ഡാഷ് ഈസ് എൻ ഓപ്പൺ സോഴ്സ് ERP. ഓപ്പൺ സോഴ്സ് ERP എന്ന് പറയുന്നത് ഒഡുവാണ്. ദെൻ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ഐഡൻറ്റിഫൈ ദ 4 കമ്പോണൻസ് ഓഫ് എ for loop initialization, expression, text expression, body of the loop, update expressions. ഒരു C++ കോഡ് തന്നിട്ട് അതിൽ നിന്ന് എടുത്തേതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ അസൈൻമെൻറ്റ് കൊടുക്കേണ്ടതായിരിക്കും. കൗണ്ട് 1. ടെസ്റ്റ് എക്സ്പ്രഷൻ കൗണ്ട് ഗ്രേറ്റർ തന്നെ, അതായത് ഇവിടെ തൊട്ടിപ്പുറത്ത് കൊടുക്കേണ്ടതായിരിക്കും. അതിൻ്റെ ഇപ്പുറത്ത് കൊടുക്കുന്നത് നമ്മുടെ അപ്ഡേറ്റ് എക്സ്പ്രഷൻ ആയിരിക്കും. ബോഡി ഓഫ് ദ ലൂപ്പ് ഈ സിമ്പിളിൻ്റെ ഇടയിൽ കൊടുക്കേണ്ടതായിരിക്കും എപ്പോഴും ബോഡി ഓഫ് ദ ലൂപ്പ് കേട്ടോ. ദെൻ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രിങ് ഹാൻഡ്ലിംഗ് യൂസിങ് സിൻ ആൻഡ് ഗെറ്റ്സ് ഇൻ C++ പ്രോഗ്രാം. സിൻ എന്ന് പറഞ്ഞാൽ വൈറ്റ് സ്പേസ് റീഡ് ചെയ്യില്ല, ഗെറ്റ്സ് എന്ന് പറഞ്ഞാൽ വൈറ്റ് സ്പേസ് റീഡ് ചെയ്യാൻ പറ്റും. സിൻ ഒരു ഓപ്പറേറ്റർ തന്നെയാണ്, ഗെറ്റ്സ് ഒരു ഫംഗ്ഷനാണ്. റൈറ്റ് HTML ടാഗ് യൂസ് ടു ഇൻസേർട്ട് കമൻറ്റ്സ് ഇൻ HTML വെബ് പേജ്. HTML വെബ് പേജിൽ കമൻറ്റ് കൊടുക്കാൻ യൂസ് ചെയ്യുന്ന ടാഗ് ഏതാണത്? ഈ ടാഗാണ് കേട്ടോ. നമ്മൾ മറക്കരുത്, ഒരു എക്സ്ക്ലമേഷൻ ഇട്ടിട്ട് 2 ഹൈഫൺ. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഫ്രെയിം സെറ്റ് ടാഗ് ഇൻ ടാഗ് HTML? ലിസ്റ്റ് എനി 2 ആട്രിബ്യൂട്ട്സ്. ഫ്രെയിം സെറ്റ് ടാഗ് എന്തിനാണ് യൂസ് ചെയ്ത്? ഡിവൈഡ് ദ വെബ് പേജ് ഇൻ ടു ഡിഫറെൻറ്റ് വിൻഡോസ്. അതിൻ്റെ 2 ആട്രിബ്യൂട്ട്സ് കോൾസും റോസും ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. അതിലൊരു 4 ആട്രിബ്യൂട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. കോൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെർട്ടിക്കൽ ഫ്രെയിം ആയിട്ട് കൊടുക്കാനുള്ള ഡയമെൻഷൻ ഡിറ്റർമിൻ ചെയ്യുക. റോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ഫ്രെയിമായിട്ട് ഡിവൈഡ് ചെയ്യാനുള്ള ഡയമെൻഷൻസ് കൊടുക്കാം. സെൽ സ്പേസിങ് ആൻഡ് സെൽ സ്പാഡ് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു. സെൽ സ്പേസിങ് ആട്രിബ്യൂട്ട് സ്പെസിഫൈ determine the space between cell padding is space between content and cell border. We can increase decrease both cell spacing and cell padding. 2 മാർക്കിന് ഇത്ര മതി കേട്ടോ. Write any 2 methods include script in HTML document. HTML ഡോക്യുമെൻറ്റിൽ എങ്ങനെയാണ് സ്ക്രിപ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുക? The 2 methods that include script in HTML document are inside head ടാഗിൻ്റെ ഉള്ളിൽ കൊടുക്കാം or as an external file with explanations. അവിടെ എന്താ വെച്ചാൽ സ്ക്രിപ്റ്റ് ഫയൽ നമുക്ക് HTML നിന്ന് പുറത്തുള്ള ഒരു എക്സ്റ്റേണൽ ഫയലായിട്ട് കൊണ്ട് ലിങ്ക് ചെയ്ത് വെക്കാം. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ റെസ്പോൺസീവ് വെബ് ഡിസൈൻ. റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ കസ്റ്റമൈസ് ചെയ്തിട്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക. അതായത് സ്യൂട്ടബിൾ ഓൺ അക്കോർഡിംഗ് ടു അവർ ഡിവൈസ് സ്ക്രീൻ സൈസ് നോ മാറ്റർ ഹൗ ലാർജ് ആർ സ്മോൾ. മൊബൈൽ ഫോണിലത്തെ ഡെസ്ക് ടോപ്പിലത്തെ ടെലിവിഷനിലത്തെ എല്ലാ സ്ക്രീൻ സൈസ് അനുസരിച്ചിട്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്ന് പറയുന്നത്. ഡിഫൈൻ വ്യൂ ഇൻ SQL ആൻഡ് സിൻഡെക്സ് കമൻറ്റ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ വ്യൂ. വ്യൂ എന്ന് വെച്ചാൽ എന്താണ്? അത് എന്ന് വെച്ചാൽ ഡസ് നോട്ട് റിയലി എക്സിസ്റ്റ് ഇൻ ഡാറ്റാബേസ് ബട്ട് ഡിറൈവ്ഡ് ഫ്രം 1 or more tables. അതിൻ്റെ സിൻഡെക്സ് നോക്കുക. ക്രിയേറ്റ് വ്യൂ, വ്യൂ നെയിം ആസ് സെലക്ട്, കോളം നെയിം ഫ്രം ടേബിൾ നെയിം. അതിൽ വേറെ വെച്ചിട്ട് കണ്ടീഷൻ കൊടുക്കുക കേട്ടോ. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ MIS. There are 3 components of MIS, അതായത് മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. അതായത് MISൻ്റെ ഫുൾ ഫോം തന്നെയാണ്. മാനേജ്മെൻറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് യൂസർ ഓർ ഡിസിഷൻ മേക്കർ. ഇൻഫർമേഷൻ ഈസ് ദ പ്രൊസസർ ഡാറ്റ. സിസ്റ്റം ഈസ് ദ ഇൻറ്റഗ്രേഷൻ ആൻഡ് ഹോളിസ്റ്റിക് വ്യൂ ഓഫ് എൻ്റർപ്രൈസസ്. Then define the following terms: cyber forensics and informalia. Cyber forensics എന്ന് വെച്ചാൽ എന്താ? It is a discipline that combine element of law and computer science to collect and analyze data from computer system, network, communication system, storage devices in way that it admissible as evidence of court of law. ലോയുടെ ഓർഡർ പ്രകാരം എവിഡൻസ് കളക്ട് ചെയ്യുക. എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യാം? നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ നിന്നും ഡിവൈസുകളിൽ നിന്നും നെറ്റ്വർക്കിൽ നിന്നൊക്കെ എവിഡൻസ് കളക്ട് ചെയ്തതിന് സൈബർ ഫോറൻസിക്സ് എന്ന് പറയാം.
ഇൻഫോമാനിയ എന്ന് പറഞ്ഞാൽ ഗെറ്റിംഗ് എക്സ്ഹോസ്റ്റഡ് വിത്ത് എക്സസ് ഇൻഫോർമേഷൻ. നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെയാണ് ഇൻഫോമാനിയ. ഇറ്റ് ഒക്കർ ഡ്യൂ ടു അക്യുമുലേഷൻ ഓഫ് ഇൻഫോർമേഷൻ ഫ്രം മെനി സോഴ്സസ് ലൈക്ക് ഇൻ്റർനെറ്റ്, ഇമെയിൽ, സെൽഫോൺസ് ബട്ട് കനോട്ട് ബി പ്രോസസ്ഡ്. പല ഭാഗത്തു നിന്ന് നമുക്ക് ഇൻഫോർമേഷൻസ് കിട്ടും, പക്ഷെ നമ്മളതിൻ്റെ പിന്നാലെ പ്രോസസ്സ് ചെയ്യാൻ പോകില്ല. നമുക്ക് കുറേ അറിവ് ഇങ്ങനെ കിട്ടും, ബ്രൗസ് ചെയ്ത് ഇങ്ങനെ ഇരിക്കാം. Explain any two built-in functions in C++ that are used for string manipulation. അപ്പോൾ സ്ട്രിങ് മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രിങ് ഫങ്ഷൻസ് ആണ്. strcpy, strcmpy, strlen എന്ത് വേണമെങ്കിലും നമുക്കൊരു 5-ഓളം എന്തുണ്ട് സ്ട്രിങ് ഫങ്ഷൻസ് ഉണ്ട്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നതുകൊണ്ട് പഠിക്കാം കേട്ടോ. ദെൻ കമ്പയർ ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ടേക്സ് ദ പ്രോഗ്രാം കൺട്രോൾ ഔട്ട്സൈഡ് ദ ഇമ്മീഡിയറ്റ് ആൻഡ് ക്ലോസിംഗ് ലൂപ്പ്. കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ കൺട്രോൾ ഔട്ട്സൈഡ് ദ ലൂപ്പ് ബൈ സ്കിപ്പിംഗ് റിമൈനിങ് പാർട്ട്. ഇത് കണ്ടിന്യൂ, സ്കിപ്പ്, റിമൈനിങ്, അതായത് ലൂപ്പ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരണേ. ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ജസ്റ്റ് പോരുന്നേ ഉള്ളൂ, അല്ലാതെ എന്ത് ചെയ്യുന്നില്ല, അവിടെ സ്കിപ്പ് ചെയ്യുന്നില്ല. പ്രോഗ്രാം കൺട്രോൾ ഗോസ് ഔട്ട്സൈഡ് ഓൺലി വെൻ ദ ടെസ്റ്റ് എക്സ്പ്രഷൻ ഓഫ് ലൂപ്പ് റിട്ടേൺ ഫോൾസ്. ഇവിടെ ഫോൾസ് ആയാലാണ് പ്രോഗ്രാം കൺട്രോൾ നമുക്ക് കൺട്രോളിൽ പുറത്തേക്ക് വരുള്ളൂ. ഇവിടെ കണ്ടിന്യൂ എന്ന് പറയുമ്പോൾ കറൻറ്റ് ഇറ്ററേഷൻ ആൻഡ് ലെറ്റ് ദ ലൂപ്പ് കണ്ടിന്യൂ വിത്ത് നെക്സ്റ്റ് ഇറ്ററേഷനിലേക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യും. ബ്രേക്ക് ഈസ് യൂസ്ഡ് ഇൻ ലൂപ്സ് ആസ് വെൽ ആസ് ഇൻ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് സച്ച് ആസ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ബ്രേക്ക് യൂസ് ചെയ്യുന്നത് ലൂപ്പിലും സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിലേക്കാണ്, കണ്ടിന്യൂ യൂസ് ചെയ്യുന്നത് ലൂപ്പുകളിൽ മാത്രമാണ്. ദെൻ മോഡുലർ പ്രോഗ്രാമിംഗ് എന്താണ്? മെറിറ്റ്സ് ഓഫ് മോഡുലർ പ്രോഗ്രാമിംഗ്. ഇൻ പ്രോഗ്രാമിംഗ് ദ എൻറ്റയർ പ്രോബ്ലം വിൽ ബി ഡിവൈഡഡ് ഇൻ ടു സ്മോൾ സബ് പ്രോഗ്രാം ഈസ് കോൾഡ് writing separate programs is known as modular programming. Each subtask will be considered as a module and write programs for each module. The process of breaking large program into smaller is called modularization. അതായത് വലിയ പ്രോഗ്രാമിനെ ചെറുതാക്കാം. മെറിറ്റ് reduce the size of the program, less chance of errors, reduce programming complexity, improve usability. ദെൻ ഒരു C++ കോഡ് തന്നിട്ടുണ്ട്, ഇതിനെ നമുക്ക് സ്വിച്ചിലേക്ക് കൺവേർട്ട് ചെയ്യാം. പ്രത്യേകിച്ചൊന്നുമില്ല, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എന്ത് പഠിക്കുക, സിൻറ്റെക്സ് പഠിക്കുക. കേസ് 1, കേസ് 2, കേസ് 3. കേസ് 3 എന്ന് പറയുന്നത് ലാസ്റ്റത്തെ ഡീഫോൾട്ട് വാല്യൂ ആയിട്ട് കൊടുക്കാം. ഓക്കെ. ദെൻ ഡിഫൈൻ an array, write C++ സ്റ്റേറ്റ്മെൻറ്റ് ടു ഡിക്ലെയർ ക്യാരക്ടർ array of size 20. അതുപോലെ തന്നെ സ്റ്റോർ ദ സ്ട്രിങ് വെൽക്കം ഇൻ ദ നെയിം array. അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്ത array is a collection of elements of the same type placed in continuous memory location under same variable name. ഒരു വേരിയബിൾ നെയിമിൽ തന്നെ നമ്മൾ സെയിം ആയിട്ട് അറേയുടെ മെമ്മറി അലോക്കേഷൻ നടത്തുന്നതാണ് അറേ എന്ന് പറയാം. അതിൽ നമ്മളിപ്പോൾ അത് വെൽക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തു കണ്ട, അതിൻ്റെ ഉള്ളിൽ തന്നെ സൈസ് ഡിക്ലെയർ ചെയ്തിട്ടാണ് അവിടെ കിടക്കുന്നത്. അങ്ങനെ ചാർട്ട് 20. ഇപ്പോൾ 20 വാല്യൂസ് നമുക്ക് നെയിം എന്ന് പറഞ്ഞ അറേയുടെ ഉള്ളിൽ കൊണ്ടെടുക്കാൻ പറ്റും. പിന്നെ പറഞ്ഞത് സ്റ്റോർ സ്ട്രിങ് വെൽക്കം ഇൻ ദ സെയിം അറേ. സെയിം അറേയിൽ നമ്മൾ കൊടുക്കണമെങ്കിലുള്ള ഒരു സിൻറ്റെക്സ് ആണ് char വെൽക്കം. Suppose you are browsing the website www.keralapscgovernment.in. Explain how DNS resolve IP address. ഈ DNSൻ്റെ ക്വസ്റ്റ്യൻ നമുക്കൊരു A+ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ പറയാം കേട്ടോ. അധികം അങ്ങോട്ട് റിപ്പീറ്റഡ് ആയിട്ട് കാണാൻ പറ്റില്ലെങ്കിലും എന്നാലും കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണാം. അതിൽ ഫസ്റ്റ് IP അഡ്രസ്സ് നമ്മൾ റീസെൻ്റ്ലി നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിസിറ്റഡ് വെബ്സൈറ്റിൽ നോക്കും. Therefore the browser first search its local memory to see whether it has IP address if found or the browser use it. അതായത് അവിടെ കൊടുക്കുന്നുണ്ടാന്ന് നോക്കും. നമ്മൾ ആദ്യം ലോക്കൽ മെമ്മറിയിൽ നോക്കും. ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഫൗണ്ട് ഇൻ ബ്രൗസർ cache, ഇറ്റ് ചെക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ലോക്കൽ cache ഫോർ ദ IP അഡ്രസ്. പിന്നീട് IP അഡ്രസ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനോട് ചെക്ക് ചെയ്യാൻ പറയും. അവിടെ കിട്ടിയില്ലെങ്കിൽ DNS സെർവർ ലോക്കൽ ISP-യുമായിട്ട് കോൺടാക്ട് ചെയ്യും. ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ ഡൊമൈൻ നെയിം ഇൻ ദ ISP's DNS server, the ISP's DNS server initiate recursive search starting from the root server till it receive the IP address. ഇവിടെയാണ് DNS സെർവർ നമ്മുടെ അടിഭാഗത്ത് നിന്ന്, അതായത് ഇപ്പോൾ റൂട്ട് സെർവർ എന്ന് വെച്ചാൽ ഏറ്റവും മെയിൻ ആയുള്ള ആൾ, അവിടെ നിന്ന് IP അഡ്രസ്സ് തപ്പും. അങ്ങനെ IP അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ ബ്രൗസറിലേക്ക് റിട്ടേൺ ചെയ്യും. ഇങ്ങനെയാണ് DNS വർക്ക് ചെയ്യുന്നത് കേട്ടോ. റൈറ്റ് HTML കോഡ് ഡിസ്പ്ലേ ദ ഫോളോയിങ് A+B ഹോൾ സ്ക്വയർ. അതായത് നമ്മൾ സബ്സ്ക്രിപ്റ്റും സൂപ്പർസ്ക്രിപ്റ്റും കൊടുത്തിട്ട് എഴുതുന്നതിനാണ്. അതുപോലെ തന്നെ കോപ്പി റൈറ്റിൻ്റെ ആൻഡ് കോപ്പി ഡിപ്പാർട്ട്മെൻറ്റ് എഡ്യൂക്കേഷൻ നമ്മൾ ഇന്നലെ പ്രോഗ്രാം വീഡിയോ ഇട്ടിരുന്നു, അതിലുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ.
റൈറ്റ് എനി 3 built-in functions in JavaScript. അതൊക്കെയാണ് അലേർട്ട്, ഈസ്നാന്, 2 upper case, 2 lower case, ചാരറ്റ് ഒക്കെ ഉണ്ട്. ഏതെങ്കിലും ഒരു 3 എഴുതാനാണ് പറയുന്നത്. അലേർട്ട് എന്തിനാണ്? നമുക്ക് ഏതെങ്കിലും മെസ്സേജ് പോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്ക്രീനിൻ്റെ മേലെ പോപ്പപ്പ് ചെയ്യണമെങ്കിലാണ് നമ്മൾ അലേർട്ട് യൂസ് ചെയ്യുന്നത്. ഈസ്നാൻ യൂസ് ചെയ്യുന്നത് തന്നിരിക്കുന്നത് നോട്ട് എ നമ്പർ ആണോ എന്ന് അറിയാൻ. അതിൽ നോട്ട് എ നമ്പർ എന്ന് പറയുമ്പോൾ നമ്പർ അല്ല എങ്കിലാണ് ഫോൾസ് പറയാം. ഓക്കെ, ട്രൂ പറയാം. അപ്പർ കേസ് എന്ന് പറഞ്ഞാൽ അപ്പർ കേസിലേക്ക് മാറ്റാം. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ്. ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ് ഏതൊക്കെയാണ്? ഷെയർഡ്, ഡെഡിക്കേറ്റഡ്, വിർച്വൽ പ്രൈവറ്റ് സെർവർ. ഷെയർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് വെബ്സൈറ്റ് സ്റ്റോർഡ് ഇൻ സിംഗിൾ വെബ് സെർവർ. അതായത് റാമും CPU മാത്രം ഷെയർ ചെയ്തൊരൊറ്റ വെബ് സെർവറാണ് അവിടെ ഉണ്ടാവുക. അവിടെ നമുക്ക് അധികം തിരക്കില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ, അതായത് വലിയ വലിയ ഓർഗനൈസേഷനിലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അവിടെയൊക്കെ എപ്പോഴും നമുക്ക് സെർവർ ആവശ്യമാണ്. ചീപ്പറാണ്, ഈസി ടു യൂസ് ആണ്. ഒരു സ്കൂൾ ബിൽഡിങ്, ഒരു വീട്ടിലൊക്കെ നമുക്ക് അത് മതി. ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എൻറ്റയർ വെബ് സെർവറിനെ ഓൾ ഇറ്റ്സ് റിസോഴ്സസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. വെബ് സെർവർ ഈസ് നോട്ട് ഷെയർഡ് വിത്ത് എനി അതർ വെബ്സൈറ്റ്. ഓരോരുത്തർക്കും ഓരോ വെബ്സൈറ്റ് ഓഫ് ലാർജ് ഓർഗനൈസേഷൻ, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എല്ലാം, ലാർജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ് എല്ലാം നമ്മൾ ഡെഡിക്കേറ്റഡിലാണ് ഹോസ്റ്റ് ചെയ്യുക. വിർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന് വെച്ചാൽ വിർച്വലൈസേഷൻ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഒരു സെർവറിന് തന്നെ ഡിഫറെൻറ്റ് പാർട്ടീഷനായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഇമെയിലും ഡാറ്റാബേസും അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് സെർവറായിട്ട് കണക്ട് ആയിരിക്കും. ദെൻ 3 ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസ് ഇൻ റിലേഷണൽ ആൾജിബ്ര. ഏതൊക്കെയാണ്? സെലക്ട്, പ്രൊജക്റ്റ്, യൂണിയൻ. സെലക്ട് എന്തിനാണ്? സെലക്ട് റോസ് ഫ്രം റിലേഷൻ ദാറ്റ് സാറ്റിസ്ഫൈ എ ഗിവൺ പ്രെഡിക്ഷൻ. അതിൻ്റെ സിൻഡെക്സ് നോക്കുക. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് സിഗ്മ എന്ന് പറഞ്ഞിട്ടാണ്. സിഗ്മ കണ്ടീഷൻ റിലേഷൻ പേര് കൊടുക്കുക. പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിലാണ്? ആട്രിബ്യൂട്ട്സ് ഫ്രം ദ ടേബിൾ റോസ്. അതായത് ടേബിളിലത്തെ കുറച്ച് നമുക്ക് ആവശ്യമുള്ള ആട്രിബ്യൂട്ട്സ്, അതായത് കോളത്തിനെ മാത്രം കാണിക്കുന്നതിന് വേണ്ടിയാണ് പ്രൊജക്റ്റ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് പൈ വെച്ചിട്ടാണ്. അതിൻ്റെ ഫോർമാറ്റ് നോക്കുക. പൈ A1 A2 A കോളം, അതായത് കോളത്തിനെയാണ് A1 A2 എന്ന് പറയുന്നത്. റിലേഷൻ എന്ന് പറഞ്ഞാൽ ടേബിൾ നെയിമാണ്. യൂണിയൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്. ഇറ്റ് റിട്ടേൺസ് റിലേഷൻ കണ്ടെയ്നിങ് ഓൾ ടിപ്പിൾസ് appearing in either or both of the two specified relation denoted by union. അതായത് രണ്ടിലുള്ള സെയിം ആയിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് കാണിച്ചു തരുന്നതാണ് യൂണിയൻ. ദെൻ ERP സിസ്റ്റമിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? റിസോഴ്സ് യൂട്ടിലൈസേഷൻ, ബെറ്റർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, പ്രൊവൈഡ് അക്യുറേറ്റ് ഇൻഫർമേഷൻ. 3 പഠിക്കാം കേട്ടോ. ദെൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ RFID ടെക്നോളജി പഠിക്കുക. RFID എന്ന് വെച്ചാൽ റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ ടെക്നോളജിയാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ, ട്രാക്ക്, സോർട്ട്, ഡിറ്റക്ട് എ വൈഡ് വെറൈറ്റി ഓഫ് ഒബ്ജക്റ്റ് ഇൻ ലോജിസ്റ്റിക്. RFIDയിൽ ഹാർഡ്വെയറിൽ എന്തുണ്ടാവും? ഒരു RFID ടാഗും റീഡറും ഉണ്ടാവും. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ കോമ്പിനേഷൻ ഓഫ് ട്രാൻസ്മിറ്റർ ആൻഡ് റിസ്പോണ്ടർ. റിസീവ് ചെയ്യാനും റെസ്പോണ്ട് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ളൊരു ടാഗാണത്. ദിസ് ടാഗ് കണ്ടെയ്ൻ ഇൻ മൈക്രോചിപ്പ് സ്റ്റോറിംഗ് ഡാറ്റ ആൻഡ് സെൻഡിങ് മെസ്സേജിങ് ആൻറ്റിന ഫോർ ഡാറ്റ എക്സ്ചേഞ്ച് വിത്ത് RFID റീഡർ. ഈ റീഡറിലൂടെയാണ്, ആ മൈക്രോചിപ്പിലാണ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇറ്റ് ഗീവ്സ് ട്രാൻസ്പോർട്ടേഷൻ, ലോജിസ്റ്റിക് ഓപ്പറേഷൻ, ഇൻക്രീസ്ഡ് വിസിബിലിറ്റി ഇൻ ടു പ്രൊഡക്റ്റ് മൂവ്മെൻറ്റ് ആൻഡ് ബിസിനസ് പ്രോസസ്. പ്രൊഡക്റ്റ് മൂവ് ചെയ്യാനും ബിസിനസ് ഓപ്പറേഷൻസ് ഇല്ലാതാക്കാനൊക്കെ ഉണ്ടാവാനും നല്ലതാണ്. എഫിഷ്യൻസി ഇൻക്ലൂഡ് ചെയ്യുന്നു. റിയൽ ടൈമിൽ ഗീവ് അപ്പ് ഓഫ് ഇൻഫർമേഷൻ ടു ദ പ്രൊഡക്റ്റിൻ്റെ എല്ലാ ഇൻഫർമേഷൻസും കിട്ടുന്നു. ദെൻ 5 മാർക്കിൻ്റെ ക്വസ്റ്റിനിലേക്ക് കടന്നു. എക്സ്പ്ലെയിൻ എനി 2 ടൈപ്സ് ഓഫ് ലിസ്റ്റ് ഇൻ HTML. റൈറ്റ് ദ HTML കോഡ്. അതായത് ഓർഡർ ലിസ്റ്റ്, അൺഓർഡർ ലിസ്റ്റ്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് അൺഓർഡർ ലിസ്റ്റിലെ കുറച്ച് ഓർഡർ ലിസ്റ്റുകളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഓർഡർ ലിസ്റ്റും എഴുതി വെക്കുകയാണ്. ഓർഡർ ലിസ്റ്റ് എന്ന് വെച്ചാൽ ബുള്ളറ്റഡ് ലിസ്റ്റാണ്. അവിടെ ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ എന്തെങ്കിലും കൊടുക്കാം. ഓർഡർ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഓർഡറായിട്ട് 1 2 3 4 ABCD അല്ലെങ്കിൽ റോമൻ ലെറ്റേഴ്സോ എന്ത് വേണമെങ്കിലും. അപ്പോൾ ഇതിൽ ബോഡി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ HTML ഹെഡ് ടൈറ്റിൽ ബോഡി കൊടുക്കുക. സെൻറ്ററിൽ മെമ്മറി ഡിവൈസസ് കൊടുത്തിട്ട് ഓർഡർ ലിസ്റ്റിൽ ടൈപ്പ് ഈക്വൽ ടു 1 കൊടുത്ത് സ്റ്റാർട്ട് ഫ്രം 5. എന്നിട്ട് രജിസ്റ്റർ ഓരോ ലിസ്റ്റിന് കൊടുക്കുന്നു, ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്യുമ്പോൾ ഓർഡർ ലിസ്റ്റും ക്ലോസ് ചെയ്യുക, സെൻറ്റർ ക്ലോസ് ചെയ്യുക, ബോഡി ക്ലോസ് ചെയ്യുക, HTML ഹെഡ് ടൈറ്റിലൊക്കെ ക്ലോസ് ചെയ്യുക കേട്ടോ. DBMSൻ്റെ യൂസേഴ്സും കാർഡിനാലിറ്റി, സ്കീമ, ആൾട്ടർനേറ്റീവ് എന്താണെന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. DBA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസറാണ്, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, അതായത് റെസ്പോൺസിബിൾ ഫോർ കൺട്രോൾ ഓഫ് ദി സെൻട്രലൈസ്ഡ് ഷെയർഡ് ഡാറ്റാബേസിനെ നന്നായി കൺട്രോൾ ചെയ്യുന്ന ആൾ. ആപ്ലിക്കേഷൻ പ്രോഗ്രാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ പ്രൊഫഷണൽസ് ആണ്. അവരാണ് DBMSനെ പ്രോഗ്രാം വഴി കണക്ട് ചെയ്യുന്ന ആൾക്കാർ.
സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് എന്ന് വെച്ചാൽ ഇറ്റ് ഇൻക്ലൂഡ് എഞ്ചിനീയർ, സയൻറ്റിസ്റ്റ്, ബിസിനസ് അനലിസ്റ്റ് ഹു ത്രൂ തറഫ്ലി ഫെമിലിയർ വിത്ത് ദ ഫെസിലിറ്റീസ് ഓഫ് DBMS നല്ല ഫെമിലിയർ ആയ ആൾക്കാർ. നേവി യൂസേഴ്സ് എന്ന് വെച്ചാൽ സിസ്റ്റം ഇൻവോക്കിംഗ് വൺ ഓഫ് ദി ആപ്ലിക്കേഷൻ പ്രോഗ്രാം ദാറ്റ് വർ റിട്ടൺ പ്രീവിയസ്ലി, അതായത് മുന്നേ എഴുതിയ സിസ്റ്റത്തിനെ ഓൾറെഡി ഇൻട്രാക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ദേ ആർ നോട്ട് ഈവൻ അവെയർ ഓഫ് ദി ഡീറ്റെയിൽസ് ഓഫ് DBMS, അവർക്ക് വലിയ അറിവൊന്നും ഉണ്ടാവില്ല. നന്നായി അറിയണവർ സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ്, ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്, DBA ഒക്കെയാണ്. നേവി യൂസേഴ്സ് ജസ്റ്റ് ഇൻട്രാക്ട് ചെയ്യുന്നു മാത്രം. ദെൻ കാർഡിനാലിറ്റി എന്ന് വെച്ചാൽ നമ്പർ ഓഫ് റോസ് ഓർ ടുപ്പിൾസിൻ്റെ റിലേഷൻ. സ്കീമാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രക്ചർ ഓഫ് ഡാറ്റാബേസ് ആണ്. ഓൾട്ടർനേറ്റീവ് കീ എന്ന് പറഞ്ഞാൽ കീ ദാറ്റ് ഈസ് നോട്ട് എ പ്രൈമറി കീ. ഓക്കെ, ദെൻ ഒരു സ്റ്റുഡൻറ്റ് ടേബിൾ തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് SQL ക്വറീസ് ചെയ്താണ് വന്നിരിക്കുന്നത്. അതായത് സെലക്റ്റഡ് ആസ് എ പ്രൈമറി കീ, അതായത് ക്യാൻ യു സജസ്റ്റ് ആൻ ആട്രിബ്യൂട്ട് ദാറ്റ് ക്യാൻ ബി സെലക്റ്റഡ് ആസ് എ പ്രൈമറി കീ. ഇതിൽ പ്രൈമറി കീ ആയിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അഡ്മിഷൻ നമ്പർ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. നോ അതർ കീ ക്യാൻ ബി യൂസ്ഡ് യുണീക്ലി ഐഡൻറ്റിഫൈഡ് എച്ച് സ്റ്റുഡൻറ്റ്. ഓരോ സ്റ്റുഡൻസിനും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് അഡ്മിഷൻ നമ്പറാണ്. സോ ആൾട്ടർനേറ്റീവ് കീ എന്ന് പറഞ്ഞാൽ പ്രൈമറി കീ എന്ന് പറയുന്നത് മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം. ഓക്കെ, ബാക്കി ഇപ്പോൾ കൊമേഴ്സ് ആണെങ്കിൽ റിപ്പീറ്റഡ് ആണ്, മാർക്ക് റിപ്പീറ്റഡ് ആണ്, നെയിം റിപ്പീറ്റഡ് ആയിട്ടുണ്ട്. പ്രശാന്ത് കണ്ട 2 പ്രശാന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഓർഡർ വൈസ് ആണ്, റോൾ നമ്പർ ഓർഡർ വൈസ് ആണ്. ഇത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രൈമറി കീ ആയിട്ട് സെലക്ട് ചെയ്യാം. റൈറ്റ് SQL query ടു ചേഞ്ച് ദ കോഴ്സ് ആട്രിബ്യൂട്ട് വാല്യൂസ് ഹ്യൂമാനിറ്റീസ് ഇൻ സ്റ്റുഡൻറ്റ് പ്രവീൺ ടു കൊമേഴ്സ്. അതായത് പ്രവീണിനെ കൊമേഴ്സിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ ഓൾട്ടർ ആണ് ചെയ്യുന്നത്. ഓൾട്ടർ സെറ്റ് കോഴ്സ് വെച്ചിട്ട് കൊമേഴ്സ് വേർ നെയിം ഇസ് പ്രവീണിനുള്ള സ്ഥലത്ത് കൊമേഴ്സിന് സെറ്റ് ചെയ്യുക. Then പിന്നത്തെ റൈറ്റ് SQL query to display the name and score of all student who scored greater than 16. അപ്പോൾ സെലക്ട് നെയിം സ്കോർ ഫ്രം സ്റ്റുഡൻറ്റ് വേർ സ്കോർ ഇസ് ഗ്രേറ്റർ ദാൻ 16. ദെൻ റൈറ്റ് query to remove the details of student. ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻറ്റ് റിമൂവ് ചെയ്യാൻ ഡിലീറ്റ് ആണ്, ഡ്രോപ്പ് അല്ല കേട്ടോ. ഡ്രോപ്പ് ഇത് ഡിലീറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻറ്റ് വേർ സ്കോർ ലെസ് ദാൻ 15. അപ്പോൾ 15 കുറവുള്ളവരുടെ ഡിലീറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ കണ്ടീഷൻ വെച്ചിട്ട് SQL query എഴുതാം. ഇതിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് കൂടി നോക്കി നോക്കാം. 1 മാർക്ക് ക്വസ്റ്റ്യൻ. ദ ഇൻപുട്ട് ഓപ്പറേറ്റർ ഇൻ C++ എങ്ങനെയാണ്? നമ്മുടെ ആ 2 സിമ്പിളാണ്. സിന്നർ എക്സ്ട്രാക്ഷൻ എന്ത് വേണമെങ്കിലും വിളിക്കാം കേട്ടോ. ഡാഷ് ഇസ് എ ക്യാരക്ടർ സ്റ്റോർഡ് അറ്റ് എൻഡ് ഓഫ് ദി സ്ട്രിംഗ്. എൻഡ് ഓഫ് ദി സ്ട്രിംഗിൽ സ്റ്റോർ ചെയ്യുന്ന ക്യാരക്ടർ ഏതാണ്? 0 ഓർ നൾ വാല്യൂ ആണ്. ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ലാർജ് പ്രോഗ്രാം ഇൻടു സ്മോളർ പ്രോഗ്രാം ഇസ് കോൾഡ് മോഡുലറൈസേഷൻ അല്ലെങ്കിൽ മോഡുലർ പ്രോഗ്രാമിംഗ് എഴുതാട്ടോ. നെയിം ദ കീവേഡ് യൂസ് ടു ഡിക്ലെയർ ദ വാരിയബിൾ ഇൻ ജാവാസ്ക്രിപ്റ്റ്. അപ്പോൾ വാറാണ്. MISൻ്റെ ഫുൾ ഫോം മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. മോഡിഫയേഴ്സ് ഇൻ C++ ഏതാ? സൈൻഡ്, അൺസൈഡ്, ലോങ്, ഷോർട്ട്. ദെൻ റീറൈറ്റ് ദ ഫോളോയിങ് കോഡ് ഫോർ യൂസിങ് ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പ് വെച്ചിട്ട് ഏതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സിൻഡെക്സ് പഠിച്ച് വെക്കുക. ഡിഫൈൻ ആൻ അറേ, ഇനീഷ്യലൈസ് ഇൻഡിജർ. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അറേ എന്താണ്? ഇൻഡിജർ നമ്മൾ ഡിക്ലെയർ ചെയ്തു 5 വാല്യൂസ്. റൈറ്റ് ദ പോർട്ട് നമ്പേഴ്സ് കഴിഞ്ഞാൽ വന്നിട്ടില്ല. SMPTയുടെയും HTTPയുടെയും പോർട്ട് നമ്പർ. SMPT 25 ആണ്, HTTP 443 ആണ്. യൂസ് ഓഫ് ഫ്രെയിം ടാഗ്, അതിൻ്റെ ലിമിറ്റേഷൻസ്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമുക്ക് ഫ്രെയിം സെറ്റാണ് ചോദിച്ചിരുന്നത്. ഫ്രെയിം ടാഗ് ഈസ് യൂസ് ടു സ്പെസിഫൈ ദ നെയിം ഓഫ് HTML പേജ് വിച്ച് ഈസ് ടു ബി ലോഡ് ഇൻ ദ ഫ്രെയിം ക്രിയേറ്റഡ് ബൈ ഫ്രെയിം സെറ്റ് ടാഗ്. ഫ്രെയിം സെറ്റ് ടാഗിൽ കൊടുത്ത ഫ്രെയിമുകൾക്ക് പേര് കൊടുക്കുന്നതിനാണ് ഫ്രെയിം ടാഗ് യൂസ് ചെയ്യുന്നത്. ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഏർലിയർ ബ്രൗസർ ഡിഡ് നോട്ട് സപ്പോർട്ട് ഫ്രെയിംസ്, അതായത് എല്ലാ ബ്രൗസറും സപ്പോർട്ട് ചെയ്യണമെന്നില്ല. ദെൻ HTML കോഡ് ഡിസ്പ്ലേ യൂസിങ് ലിസ്റ്റ് ടാഗ്. ഇത് ഏത് ലിസ്റ്റാണ്? 1 2 3 ആണ്. അപ്പോൾ അത് ഓർഡർ ലിസ്റ്റാണ്. അപ്പോൾ നമ്മൾ ടൈപ്പ് 1 കൊടുത്തു, റോമൻ ലെറ്റർ 1 കൊടുക്കുക, ബയോളജി സയൻസ് ലിസ്റ്റ് വരെ കൊടുക്കുക, ക്ലോസ് ചെയ്യുക. ഡിഫറൻസ് ബിറ്റ്വീൻ ഈസ്നാൻ ആൻഡ് നമ്പർ ഫംഗ്ഷൻ. ഈസ്നാൻ എന്ന് പറഞ്ഞാൽ വെദർ ദ ഗിവൺ ആർഗ്യുമെൻറ്റ് നോട്ട് എ നമ്പർ ആണോ എന്ന് അറിയാനാണ് ഈസ്നാനെ. നമ്പർ എന്ന് പറയുന്നത് ഫംഗ്ഷൻ യൂസ് ടു കൺവേർട്ട് ദ ഗിവൺ ക്യാരക്ടർ നമ്പർ. ക്യാരക്ടറിൻ്റെ നമ്പർ കൊടുക്കാനാണ് നമ്പർ. ദെൻ വാട്ട് യു മീൻ ബൈ CMS, കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റം. കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് ഇറ്റ് ഈസ് എ ക്യാപ്പബിൾ ഓഫ് ക്രിയേറ്റിംഗ്, ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റമാണ്. ക്യാപ്പബിൾ ഓഫ് ക്രിയേറ്റിംഗ്, അഡ്മിനിസ്ട്രറിങ് ആൻഡ് പബ്ലിഷിംഗ് വെബ്സൈറ്റ്. ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഈസി വേ ടു ഡിസൈൻ ആൻഡ് മാനേജ് അട്രാക്റ്റീവ് വെബ് പേജ്. അതിൻ്റെ എക്സാമ്പിളുകൾ പഠിക്കാട്ടെ. ജൂംല, ട്രിപ്പിൾ, വേർഡ് പ്രസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ദെൻ ഫസ്റ്റ് ടേബിൾ കണ്ടെയ്നിങ് 4 rows and 3 columns. സെക്കൻഡ് ടേബിൾ കണ്ടെയ്ൻ 5 rows and 2 columns. ദെൻ ദ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ടേബിൾ കണ്ടെയ്ൻസ്, അതായത് കാർട്ടീഷ്യൻ പ്രോഡക്ട്സിൽ എന്തൊക്കെ ഉണ്ടാവും? എല്ലാ പോസിബിൾ വാല്യൂസ് ഓഫ് കോളംസ് ആൻഡ് റോസ്. അപ്പോൾ 20 റോസും അങ്ങനെ 20 റോസ് എന്ന് വന്നത് 5 into 4. അതുപോലെ തന്നെ നമുക്ക് കോളം 3 ഇൻറ്റു ചെയ്യരുത്, 3 + 2 ആണ് വരിക കേട്ടോ.
3+2 കോളംസ് ആഡ് ചെയ്യലും റോസ് ഇൻറ്റു ചെയ്യലാണ് വരിക. അപ്പോൾ അതിൻ്റെ നമ്പർ കിട്ടി. ദെൻ നെക്സ്റ്റ് ആണ് ഹൗ ബിസിനസ് പ്രോസസ് എഞ്ചിനീയറിംഗ് ഈസ് റിലേറ്റഡ് ടു ERP. അതായത് ഇത് എങ്ങനെ റിലേറ്റഡ് ആയ ബിഫോർ എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്, അതായത് ERPക്ക് മുന്നേ ആണ് ഇത് പെർഫോം ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇംപ്ലിമെൻറ്റിംഗ് എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് വിൽ ഹെൽപ്പ് ആൻ എൻ്റർപ്രൈസ് ടു അവോയ്ഡ് അൺനെസസറി മൊഡ്യൂൾ ഫ്രം ദി സോഫ്റ്റ്വെയർ. ആവശ്യമില്ലാത്തതിനെ കളയാൻ സാധിക്കുന്നു. ദെൻ സൈബർ ഫോറൻസിക്സും ഇൻഫോർമേനിയ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞതാണ്. ഇഫും സ്വിച്ചും തമ്മിൽ ഡിഫറൻസ്. ഒരെണ്ണം നമുക്ക് ഏത് കേസിലും വാരിയബിളിലും യൂസ് ചെയ്യാം. സ്വിച്ച് നമുക്ക് ഇൻഡിവിജ്വലിലും ക്യാരക്ടറിലും കോൺസ്റ്റന്റിലും മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് മോർ ഫ്ലെക്സിബിൾ ആണ്, ലെസ് ഫ്ലെക്സിബിൾ ആണ്. ക്യാൻ ബി അപ്ലൈ ടു ചെക്ക് ദ റേഞ്ച് ഓഫ് വാല്യൂ, ക്യാൻ നോട്ട് ബി യൂസ്ഡ് ചെക്ക് റേഞ്ച് ഓഫ് വാല്യൂ. ദെൻ ഇതിൽ ഗുഡ് മോർണിംഗിന് കീബോർഡിൽ എങ്ങനെയാണ് വരിക എന്നുള്ളത് എഴുതാം. ഓക്കെ, ഒരു എൻട്രൻ സ്ട്രിങ് C++ പ്രോഗ്രാമാണ് കേട്ടോ. സ്റ്റാറ്റിക്കും ഡൈനാമിക്കും തമ്മിലുള്ള ഡിഫറൻസ്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ആയിരിക്കും, ഇവിടെ ചേഞ്ച് ആണ്. യൂസ് ഡാറ്റാബേസ്, കനോട്ട് ഡൂസ് യുവർ ഡാറ്റാബേസ്. ഈസി ടു ഡെവലപ്പ് ആണ് സ്റ്റാറ്റിക്, ഇവിടെ പ്രോഗ്രാമിംഗ് സ്കില്ല് വേണം. ദെൻ HTML ക്യാരക്ടേഴ്സിൻ്റെ റിസർവ് ചെയ്യുന്ന സിമ്പിൾസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ലെസ് ദാന് വേണ്ടി ആൻഡ് &LT ഗ്രേറ്റർ ദാൻ &GT. കോപ്പി, അത് &കോപ്പി. കോപ്പി റൈറ്റിന് ട്രേഡ് മാർക്കിനെ &ട്രേഡ് കേട്ടോ. ബിൽഡിംഗ് ഫങ്ഷൻസ് ഇൻ ജാവാസ്ക്രിപ്റ്റ്, അലേർട്ട്, ചാരറ്റ്, അപ്പർ കേസ്. മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് ഓഫ് വെബ് ഹോസ്റ്റിംഗ്. വെബേഴ്സിൻ്റെ മെറിറ്റ് എന്താ, നമുക്ക് ഫ്രീ വെബ് ഹോസ്റ്റിംഗ്. ഫ്രീ വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഫ്രീ ഓഫ് ചാർജിൽ കിട്ടുന്നതാണ്. കമ്പനിക്ക് ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ സർവീസസ് ഉണ്ട്, പിന്നെ ഷെയർ ചെയ്യാൻ നല്ല സുഖമാണ്. പിന്നെ ഫാമിലി യൂണിയൻ, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനൊക്കെ പൈസ കൊടുക്കാതെ തന്നെ അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഹു ആർ നോട്ട് ഏബിൾ ടു സെൻഡ് മണി ഓൺ വെബ്സൈറ്റും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഡിമെറിറ്റ് എന്ന് പറയുമ്പോൾ ഇവർക്ക് അധികം MB കിട്ടില്ല. അതായത് അഡ്വർടൈസ്മെൻറ്റും വെബ്സൈറ്റിലൊക്കെ എക്സ്പെൻസ് ചെയ്യുന്നതാണ്. അവർ അഡ്വർടൈസ്മെൻറ്റിൽ നിന്നുള്ള എടുക്കുന്ന കാശൊക്കെയാണ് എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നത്. ദെൻ സൈസ് നമുക്ക് അധികം സപ്പോർട്ട് ചെയ്യില്ല, ഒരു 5 MB മാത്രമാണ്. പിന്നെ ഓഡിയോ വീഡിയോ ഫയൽസ് ഒന്നും നമുക്ക് പെർമിറ്റ് ചെയ്യില്ല. പിന്നെ കീ എന്താണ്, റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ കീ എന്ന് പറഞ്ഞാൽ ആട്രിബ്യൂട്ട്സിന് കൊടുക്കുന്ന മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു തരം ആട്രിബ്യൂട്ടുകൾക്ക് കൊടുക്കുന്ന ഒരു ഒരു കളക്ഷൻ ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ് ആട്രിബ്യൂട്ട്. ഓക്കെ, ഏതൊക്കെയാണ് കാൻഡിഡേറ്റ് കീ ഉണ്ട്, പ്രൈമറി കീ ഉണ്ട്. ദെൻ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്താണ്, ഡിഫറെൻറ്റ് ലെവൽ. ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് വെച്ചാൽ സ്കീമ ഡെഫിനിഷൻ 1 ലെവൽ വിത്തൗട്ട് എഫക്റ്റിംഗ് ദ സ്കീമ ഓഫ് അനദർ ലെവൽ. അതായത് നെക്സ്റ്റ് ലെവലിനെ എഫക്റ്റ് ചെയ്യാതെ ഒരു ലെവലിനെ സ്കീമ ഡെഫിനിഷൻ മാറ്റുന്ന എബിലിറ്റീനെയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത് ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഡിഫറെൻറ്റ് ലെവൽസ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ലെവലുണ്ട്, വ്യൂ ലെവലുണ്ട്, ലോജിക്കൽ ലെവലുണ്ട് കേട്ടോ. Then explain the situation, modify the structure of table with the help of alter command SQL. SQL alter ചെയ്യാൻ പറ്റുന്നത് alter ചെയ്യാം, ആഡ് ചെയ്യാം, റീനെയിമിങ് കൊടുക്കാം, റിമൂവ് ഫ്രം കോളം, കോളത്തിൽ നിന്ന് റിമൂവ് ചെയ്യാം, പുതിയ കോളം ആഡ് ചെയ്യാം. പുതിയ കോളം ആഡ് ചെയ്യണമെങ്കിൽ ആൾട്ടർ ആണ്. റിമൈനിങ് ടേബിൾ റീനെയിം കൊടുക്കണമെങ്കിലും ഓൾട്ടർ ടേബിൾ കമൻ്റ് ആണ്. പിന്നെ റിമൂവ് ചെയ്യണമെങ്കിൽ എന്താണ്, ഓൾട്ടർ ടേബിൾ തന്നെയാണ് കേട്ടോ. ദെൻ മെറിറ്റ് ഓഫ് ERP നമ്മൾ പറഞ്ഞതാണ്. റിസോഴ്സ് യൂട്ടിലൈസേഷൻ, ബെസ്റ്റ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ആക്യുറേറ്റ് ഇൻഫോർമേഷൻ, മേക്കിംഗ് ക്യാപ്പബിലിറ്റി. ദെൻ GPRSും എഡ്ജും 2 മൊബൈൽ ഡാറ്റ സർവീസസ് ആണ്. എഡ്ജ് എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി നല്ല രീതിയിൽ ന്യൂ ആൻഡ് ഇംപ്രൂവ്ഡ് ട്രാൻസ്മിഷൻ റേറ്റൊക്കെയാണ് ഉള്ളത്. GPRSൽ ബില്ലിംഗ് സിസ്റ്റം, വോളിയം ഓഫ് ഡാറ്റ മാത്രമാണ് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുക. ദെൻ ഇവിടെ കുറേ C++ ഫങ്ഷൻസ് ചോദിച്ചിട്ടുണ്ട്. അതായത് -25 നമ്മൾ ഇന്നലത്തെ എന്താ പറയുക പ്രോഗ്രാമിൻ്റെ വീട്ടിലിട്ടിരുന്നു. ആബ്സലൂട്ട്, STR, CMP, ഈസ് ഡിജിറ്റ്, 2 ലോവർ, സ്ക്വയർ റൂട്ടൊക്കെ കണ്ടുപിടിക്കാം. നമ്മളോട് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ദെൻ ഒരു ഇൻപുട്ട് ടാഗ് തന്നിട്ട് നമുക്ക് ഈ HTML കോഡ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫീൽഡ് സെറ്റ് വെച്ചിട്ട് ബോഡി ഫോമാണ്, യൂസർ നെയിം &NBSB. അതായത് നമ്മൾ ഈ ഒരു ഫോം എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ദെൻ SQL ക്വറീസ് എഴുതാനുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതൊക്കെ റിപ്പീറ്റഡ് ആണ്. ഇവിടെ 1 മാർക്ക് ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. റൈറ്റ് ദ നെയിം ഓഫ് ബിൽഡിംഗ് ഫംഗ്ഷൻ C++ ടു കൺവേർട്ട് ദ ഗിവൻ ക്യാരക്ടർ ടു ലോവർ കേസ്. ലോവർ കേസിൽ കൊടുക്കാൻ 2 ലോവർ ആണ്. പിന്നെ ബ്രേക്ക് ചെയ്യാൻ HTML പേജ് ബ്രേക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എന്തുട്ടാ, BR ആണ്.
പിന്നെ കാൻഡിഡേറ്റ് കീ നോട്ട് എ പ്രൈമറി കീ ഏതാ? ഓൾട്ടർനേറ്റ് കീ ആണ്. കീവേഡ് യൂസ്ഡ് ടു എലിമിനേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഇൻ സെലക്ഷൻ ഡിസ്റ്റിങ്ക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. CDMAയുടെ എക്സ്പാൻഡ് കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്. ഓക്കെ, ദെൻ പിന്നെയൊക്കെ നമ്മൾ നോക്കാത്ത ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഇൻപുട്ട് ടാഗിൻ്റെ ടൈപ്പ് വാല്യൂൻ്റെ ആട്രിബ്യൂട്ട്സ് ടെക്സ്റ്റ്, പാസ്വേഡ്, റേഡിയോ, ചെക്ക് ബോക്സ്. പിന്നെ വിർച്വൽ പ്രൈവറ്റ് സെർവർ, അതായത് വിർച്വലൈസേഷൻ ടെക്നോളജി യൂസ് ചെയ്ത് പാർട്ടീഷൻ ചെയ്യുക. പ്രൈമറിക്ക് നമ്മൾ പറഞ്ഞതാണ് യൂണിയൻ, അത് പറഞ്ഞതാണ്. ചാറും വാർച്ചാറും തമ്മിലുള്ള ഡിഫറൻസ്. ചാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? വാരിയബിൾ ലെങ്ത് സ്ട്രിങ് ആണ്, അവിടെ ഫിക്സ്ഡ് ആയിരിക്കും. അതായത് ചാറിൽ ഫിക്സ്ഡ് ലെങ്ത് ആണ്. വാർച്ചാർ എന്ന് പറഞ്ഞാൽ വാരിയബിൾ ലെങ്ത് സ്ട്രിങ് ആണ്, അവിടെ സ്പേസ് എന്ന് പറയുന്നത് ആക്ച്വൽ സൈസ് ഓഫ് സ്ട്രിങ് അനുസരിച്ചിട്ടാണ്, അല്ലാണ്ട് ഡിക്ലെയർ സൈസ് ഓഫ് കോൾ അനുസരിച്ചിട്ടല്ല, സ്ട്രിങ്ങിൻ്റെ വാല്യൂ അനുസരിച്ചിട്ട്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ഇറ്റ് ഈസ് ഓൾസോ ഓൾ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു മാനേജ് സപ്ലൈ ചെയിൻ. ഇവിടെ ഇൻവെൻറ്ററി മാനേജ്മെൻ്റ് ആണ് മെയിനായിട്ട് വരുന്നത്. ദെൻ MMS അതൊക്കെ നോക്കാം. അറേ ട്രാവേഴ്സൽ എന്ന് വെച്ചാൽ ആക്സസിങ് ഈച്ച് എലമെൻറ്റ് ഓഫ് എൻ അറേ അറ്റ്ലീസ്റ്റ് വൺസ്. ഒരു തവണയെങ്കിലും ഓരോ അറേത്തെ എലമെൻറ്റിനും ഒന്ന് പോയിട്ട് ആക്സസ് ചെയ്യുക, അതാണ് അറേ ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. ദെൻ ക്ലയൻറ്റ് സൈഡും സെർവർ സൈഡും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. ക്ലയൻറ്റ് സൈഡ് എന്ന് വെച്ചാൽ കോപ്പി ടു ക്ലയൻറ്റ് പ്രോസസ്. ഡിഫറൻസിൽ പഠിക്കാത്തവർ എത്രയും വേഗം നോക്കുക കേട്ടോ. സ്റ്റാറ്റിക്, ഡൈനാമിക്, ക്ലയൻറ്റ് സൈഡ്, സെർവർ സൈഡ്, ബ്രേക്ക്, കണ്ടിന്യൂ, അതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കുക. കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫ്, അതൊക്കെ പഠിക്കണം. ദെൻ ഈ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള HTML കോഡ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രോഗ്രാം വീഡിയോയിൽ ചെയ്യുന്നത്. കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റം റിപ്പീറ്റഡ് ആണ് കേട്ടോ. അതുപോലെ കാർഡിനാലിറ്റി, സ്കീമ, ടുപ്പിൾ, അതൊക്കെ റിപ്പീറ്റഡ് ആണ്. ബെനിഫിറ്റ് ഓഫ് ERP സിസ്റ്റം 3 ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട് സെയിം. ദെൻ പിന്നീട് ഓരോ ടാഗും, അതായത് HR ടാഗ് എന്താണ്, അതായത് ഹൊറിസോണ്ടൽ റൂളറാണ്. സ്ട്രോങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോൾഡ്, ടെക്സ്റ്റ് ബോൾഡ് ആക്കാനാണ്. എന്ന് വെച്ചാൽ ടെക്സ്റ്റ് ഇറ്റാലിക് ആക്കാനാണ്. HR ടാഗ് എന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ ലൈൻ കൊടുക്കാൻ. അതിൻ്റെ ആട്രിബ്യൂട്ട്സ് നോക്കുക. സൈസ്, വിഡ്ത്ത്, നോ ഷെയ്ഡ്, കളർ, അലൈൻ കേട്ടോ. ദെൻ ജാവാസ്ക്രിപ്റ്റ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഔട്ട്പുട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം വൈൽ ലൂപ്പ് തന്നിട്ട് മാറ്റി എഴുതാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ കോളം കോൺസ്റ്റൻസ്. കോൺസ്റ്റൻ്റ് എന്ന് വെച്ചാൽ റൂൾസാണ്. ഓരോ ടേബിളിൻ്റെ കോളത്തിന് കൊടുക്കുന്ന എൻഫോഴ്സ്ഡ് റൂൾസാണ് കോളം കോൺസ്ട്രെയിൻസ്. നോട്ട്, നള്ള്, ഓട്ടോ ഇൻക്രിമെൻറ്റ്, യുണീക്ക്, പ്രൈമറിക്ക്, ഡീഫോൾട്ടൊക്കെയാണ് ഇതിൻ്റെ കോളം കോൺസ്ട്രെയിൻസ് കേട്ടോ. ദെൻ അഗെയിൻ അടുത്ത 1 മാർക്ക്. റൈറ്റ് C++ സ്റ്റേറ്റ്മെൻറ്റ് ടു ഡിക്ലെയർ അറേ വിത്ത് 25 സൈസ്. അപ്പോൾ നമ്മൾ ചാറ് നെയിം 25. 2 ടാഗ് തന്നിട്ടുണ്ട്. ബട്ടൺ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട്, അതായത് ഒരു ബട്ടൺ കൊടുക്കണമെങ്കിൽ ഇൻപുട്ട് ടാഗാണ്. പാർട്ടീഷൻ നടത്താനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് ഫ്രെയിം സെറ്റ് ആണ് കേട്ടോ. വെബ് ഹോസ്റ്റിംഗ് എന്താണെന്ന് ചെയ്താൽ BPRന് ഫുൾ ഫോം ചെയ്താൽ. പിന്നെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിൻ്റെ സിമ്പിൾസ്, 2 സിമ്പിൾസ്, ഒന്ന് രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക്, ദെൻ കോപ്പി റൈറ്റ് ഇട്ടാൽ റൗണ്ടിൽ തന്നാൽ. ബിൽഡിംഗ് ഫങ്ഷൻസ് ഏതൊക്കെയാ? STR ലെങ്ത്, ഈസ് ലോവർ, ഈസ് അപ്പർ, ഏത് വേണമെങ്കിലും എഴുതാം. പിന്നെ എങ്ങനെ ഹൈപ്പർ ലിങ്ക് കൊടുക്കാം, അതായത് Href ആണ് ഹൈപ്പർ ലിങ്കിന് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതായത് DHSCയുടെ വെബ്സൈറ്റിലേക്ക് പോകണമെങ്കിലാണ് Href ലിങ്ക് നോക്കുന്നത്. പിന്നെ സോങ് ആഡ് ചെയ്യണമെങ്കിൽ എംബഡ് SRC, എംബഡ്. ദെൻ നമുക്ക് ലിസ്റ്റ് തന്നിട്ടുണ്ട്. ലിസ്റ്റിൻ്റെ ഒരെണ്ണം ഓർഡർ ലിസ്റ്റ്, ഒരെണ്ണം ഓർഡർ ലിസ്റ്റാണ്. ദെൻ ഫ്രീ ഹോസ്റ്റിംഗ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സ്കൂൾ വെബ്സൈറ്റിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഷെയർഡ് ആയിരിക്കും. ഒരു ഫേമിന് ഷെയർഡ് യൂസ് ചെയ്യും. ഫേമിന് മെയിൻലി നല്ലത് ഡെഡിക്കേറ്റഡ് ആണ് കേട്ടോ. പിന്നെ പിക്ചറും പോസ്റ്റും ഒക്കെ ഷെയർ ചെയ്യാനും ഡെഡിക്കേറ്റഡ് ആണ് നല്ലത്. ലോ കോസ്റ്റ് പേഴ്സണൽ വെബ്സൈറ്റ് ആണ് വെച്ചെങ്കിൽ ഷെയർഡ് ആണ് നല്ലത്. ദെൻ ഫീൽഡ്, റെക്കോർഡ്, അതുപോലെ തന്നെ ERP റിലേറ്റഡ് ടെക്നോളജി, SCM, CRM ഏതെങ്കിലും എഴുതാം. ദെൻ അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മാക്സിമം റിപ്പീറ്റഡ് ആയിട്ട്. കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ് മെത്തേഡ് പഠിക്കുക. കോൾ ബൈ വാല്യൂവിൽ ഓർഡിനറി വേരിയബിൾ ആണ് ഫോർമൽ പാരാമീറ്റേഴ്സ്, ഇവിടെ റെഫറൻസ് വേരിയബിൾ ആണ് ഫോർമൽ പാരാമീറ്റേഴ്സ്. ഇവിടെ ആക്ച്വൽ പാരാമീറ്റേഴ്സ് കോൺസ്റ്റൻറ്റ് വേരിയബിൾസ് എക്സ്പ്രഷൻസ് ആവാം. ഇവിടെ നമുക്ക് വേരിയബിൾസ് മാത്രമേ പറ്റുള്ളൂ. പിന്നെ ഫോർമൽ ആർഗ്യുമെൻറ്റ് ഡു നോട്ട് റിഫ്ലക്റ്റ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് മറ്റോടത്ത് റിഫ്ലക്റ്റ് ആവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് മാക്സിമം നോക്കുക. ഒരുവിധം ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ DBMSൻ്റെ അഡ്വാൻറ്റേജസ് പഠിച്ചോളൂ, ഡാറ്റ റിഡൻഡൻസി, കൺസിസ്റ്റൻസി ഒക്കെ കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതാം കേട്ടോ. ഓക്കെ എവ്രിവൺ, താങ്ക് യു സോ മച്ച്.